പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ എൻ്റെ അതിഥിയുടെ കാര്യം പറഞ്ഞില്ലേ, അവൻ്റെ മായാ ലോകം എന്താണെന്ന് പറയാൻ പറയുക. അബാൻകുട്ടി മുംബൈയിൽ നിന്ന് റുബിക്സ് ക്യൂബ് കൊണ്ട് ലോകം കിടക്കിയ ബിരുദ വിദ്യാർത്ഥിയാണ് ഇയാൾ. മുംബൈയിലാണ് താമസം അബാൻകുട്ടി. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയ അച്ഛൻ അബാന് ഒരു വഴി പറഞ്ഞു കൊടുത്തു. ആ വഴിയാണ് അബാൻകുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ച്. ആ കഥയിലേക്ക് ആദ്യം നമുക്കൊന്ന് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ അതിഥിയെ പരിചയപ്പെടുത്താം. മൊബൈലിനോടുള്ള പ്രിയം കൂടിയപ്പോൾ അതിൽ നിന്ന് അഫാനെ മോചിപ്പിക്കാൻ രക്ഷിതാക്കൾ കണ്ടെത്തിയ മാർഗമായിരുന്നു റുബിക്സ് ക്യൂബ്. അവിടെ തുടങ്ങിയതാണ് അഫാന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ. കഠിന പരിശീലനത്തിലൂടെ വിവിധ റുബിക്സ് ക്യൂബുകൾ അനായാസം കൈകാര്യം ചെയ്തു തുടങ്ങി. ക്യൂബ് ഉപയോഗിച്ച് കണ്ണുകെട്ടി പേരുകളും വാക്കുകളും ചിത്രങ്ങളും തയ്യാറാക്കും അഫാൻ. കൗമാരപ്രായത്തിൽ തന്റെ ജീവിതകഥ വേദികളിൽ മുംബൈയിലെ CBSE സ്കൂളുകളിൽ 1 മുതൽ 8 വരെയുള്ള പാഠപുസ്തകത്തിലും അഫാനെ പഠിക്കുന്നുണ്ട് കുട്ടികൾ. ഗിന്നസ് റെക്കോർഡ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ജോഷ് സ്പീക്കർ, ടെഡെക്സ് സ്പീക്കർ എന്നീ നേട്ടങ്ങളും ഇതിനകം ഈ 3-ാം വർഷ BCom വിദ്യാർത്ഥി സ്വന്തമാക്കി. മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ കൊല്ലം പൂയപ്പള്ളി ഓയൂർ സ്വദേശി ബിജു കുട്ടി, ഷീബ കുട്ടി ദമ്പതികളുടെ മകനാണ് അഫാൻ കുട്ടി. ന്യൂസ് ഡെസ്ക് 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ അബാൻകുട്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ അബാൻകുട്ടി ഇതിലൊരു വണ്ടറാണ്. അപ്പോൾ ഇന്ന് അബാൻകുട്ടി എന്താ ചെയ്യുന്നതെന്നറിയാൻ അബാൻകുട്ടിയെ എന്തൊക്കെയാ വിശേഷം? അതാരാ? അങ്ങയുടെ പേരെന്താ? ബിജു കുട്ടി സർ. ഓക്കെ. അബാൻകുട്ടി ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ സാറിന് വേണ്ടി ഒരു ചെറിയ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പം സാറിന് പെർഫോം ചെയ്ത് കാണിക്കും. അത് പ്രേക്ഷകരെ കാണിക്കുമോ? എല്ലാവർക്കും കാണിക്കാം. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതെന്താന്ന് ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ സസ്പെൻസ് പൊളിഞ്ഞു പോകില്ലേ? ഓക്കെ. അപ്പോൾ അബാൻകുട്ടി സംഭവം തുടങ്ങിക്കോളൂ. നമുക്ക് അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് പറയാം. ഓക്കെ. താങ്ക് യു. സാർ താങ്ക് യു. തുടങ്ങിക്കോളൂ. അല്ല, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അബാൻകുട്ടിക്ക് ചെയ്യുന്ന പണിയിൽ ഒരു ഡിസ്ട്രാക്ഷൻ വരുമോ? ഇല്ല. അതൊക്കെ പ്രാക്ടീസിലല്ലേ? യെസ്. എങ്ങനെയാ ഈ പരിപാടി തുടങ്ങാൻ കാര്യം? ഇത് എന്താണെന്നുള്ളത് നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം. 7 വർഷം മുമ്പ് ഞാൻ മൊബൈൽ അഡിക്റ്റ് ആയിരുന്നു. ഹൈലി മൊബൈൽ അഡിക്റ്റ്. ആ സാധനം എന്തോന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കുക ക്യാമറയിലേക്ക്. ഇത് റുബിക്സ് ക്യൂബ്. റുബിക്സ് ക്യൂബ് വെച്ചാൽ ഒരു സർപ്രൈസ് സാറിന് വേണ്ടി ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഞാൻ 7 വർഷം മുമ്പാ തുടങ്ങിയ. 7 വർഷം മുമ്പ് കാര്യം ഞാനൊരു മൊബൈൽ അഡിക്റ്റ് ആയിരുന്നു. ഹൈലി മൊബൈൽ. എത്ര മണിക്കൂറൊക്കെ മൊബൈൽ ഉപയോഗിക്കായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫാദർ എന്നെ റുബിക്സ് ക്യൂബായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫാദർ എന്താ ചെയ്യുന്നത്? ഫാദർ പ്രീ സ്കൂൾ കൺസൾട്ടൻ്റാണ്. മുംബൈയിലാണോ താമസിക്കുന്നത്? മുംബൈയിൽ, ഥാനയിൽ. അപ്പോൾ ഫാദർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു റുബിക്സ് ക്യൂബായിട്ട്. പിന്നെ റുബിക്സ് ക്യൂബ് പ്രാക്ടീസ് ചെയ്തിട്ട് അത് റെക്കോർഡ്സ് ഒക്കെ നേടി ഇന്ന് സാറിൻ്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ സംസാരിക്കുന്നുണ്ട് സ്പീഡ് കുറയുമോ ചെയ്യുന്നുണ്ട്? ഇല്ല. ഡിസ്ട്രാക്ഷനൊന്നും സംഭവിക്കത്തില്ല. അതിനുള്ള സൂത്രപ്പണി എന്തോ? പ്രാക്ടീസ്. പണി നടക്കട്ടെ. എനിക്കെന്തോ ഒരു ഇടങ്കൂലിടുന്ന പോലെ ഒരു തോന്നലാണ് ഉള്ളത്. വല്ലാത്ത സ്പീഡാണല്ലോ ഇത്. ഒരു സെക്കൻഡ്. മൈക്ക്. ഇങ്ങനെ ചെയ്യുന്ന ലോകത്ത് ഇവൻ ഏക വ്യക്തിയാണ്. വേറെ ആരുമില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വല്ലതും വന്നോ? കൊണ്ടിട്ടുണ്ട് സാർ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് വന്നു. കയറി ഗിന്നസ്
ലിൻക, ഇന്ത്യ, ഏഷ്യ. പുള്ളി ഒരു ടെഡക്സ് സ്പീക്കറാണ്, ജോഷ് സ്പീക്കറാണ്. പുള്ളിക്ക് ഗ്രാൻഡ് മാസ്റ്ററിന്റെ പദവി കിട്ടിയിട്ടുണ്ട്. പുള്ളി ഇതുവരെ 350 ലെക്ചേഴ്സ് കൊടുത്തുകൊണ്ട് വേറെ വേറെ സ്കൂൾസിലെല്ലാം പോയിട്ട് മോൻ ലെക്ചർ കൊടുക്കും. എക്സ്പോർട്ട് കൊണ്ടുപോകുമ്പോൾ സർ അതൊരു സർപ്രൈസ് സാറിന് വേണ്ടിയിട്ടാണ്. അതും സർപ്രൈസ് അല്ലേ? അപ്പൊ നമ്മുടെ സ്മിത ഹരിദാസ് കൂടെ വന്നിട്ടുണ്ട്. സ്മിതയ്ക്ക് ഇതൊരു ഞെട്ടലായോ? അതെ അതെ തീർച്ചയായിട്ടും. നമ്മളൊക്കെ എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തൊരു കാര്യമല്ലേ, എന്ത് ഈസി ആയിട്ടാ. അത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒപ്പം സംസാരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു. അല്ല അതിന്റെ പണിയാണ് നമുക്ക് മനസ്സിലാകാത്തത്. കോൺസെൻട്രേഷൻ, അപ്പാനിപ്പോ പഠിക്കാണോ? ആ പഠിക്കുക. ഞാൻ ഫൈനൽ ഇയർ ബികോം. എവിടെയത്? മുംബൈയിൽ തന്നെ. ഓക്കെ. നിങ്ങൾ കേരളത്തിൽ എവിടെയാ? കൊല്ലം, കൊട്ടാരക്കര. അതെ, നമ്മുടെ നാട്ടുകാരാണോ? ആ. അത് ശരി. ആ കൊട്ടാരക്കര തീരത്ത് നമ്മളും ഉണ്ട്. അപ്പോൾ നടക്കട്ടെ, കാര്യമായിട്ട് നടക്കട്ടെ. സ്പീഡ് കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ല, ആ തോന്നിയോ അങ്ങനെ? ആ അല്ലെ, തോന്നിയില്ല. കാര്യം നമുക്ക് ഈ പരിപാടി അറിയത്തില്ലല്ലോ. അഫാന്റെ 2 വലിയ ആഗ്രഹങ്ങളുണ്ട് സർ. ഒന്നാണ് ഈ റൂബിക്സ് ക്യൂബിൽ 520 റൂബിക്സ് ക്യൂബിൽ കണ്ണടച്ച് നമ്മുടെ നാഷണൽ ആന്തം മൊത്തം 520 റൂബിക്സ് ക്യൂബിൽ കണ്ണടച്ച് 90 മിനിറ്റ്സിൽ കണ്ണടച്ച് എഴുതണം. പിന്നെ രണ്ടാമത്തത് അഫാൻ ലെക്ചർ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ റൂബിക് അഡിക്ഷൻ്റെ മുകളിൽ. അപ്പം കേരളത്തിൽ ഒരു 100 സ്കൂളിൽ പോയിട്ട് എങ്ങനെ അവൻ മൊബൈലിൽ നിന്ന് പുറത്ത് വന്ന് പിന്നെ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ടൈമിംഗ് 80% കുറയ്ക്കാക്കും, അതിന് മുകളിൽ ലെക്ചർ കൊടുക്കണം സാർ. അതാണ് അവന്റെ 2 ആഗ്രഹം അല്ലേ? എത്ര മക്കളാ? 2 പിള്ളേരുണ്ട് സാർ. 2 പേരും ക്യൂവിനകത്ത് പെട്ടോ? അഫാൻ എല്ലാവരും പഠിപ്പിച്ചു സാർ. വീട്ടിലപ്പോ എല്ലാരും കുത്തിയിട്ട് ഇത് തന്നെ പണിയല്ല? അല്ല, അഫാന്റെ ഗ്രാൻഡ് മദർ വരെ ക്യൂബ് ചെയ്യും സാർ. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ TV കാണുന്നതായിരിക്കും, ഇതായിരിക്കും കലാപരിപാടി. വീട്ടിൽ വന്ന ഫുൾ ക്യൂബാണ്. നന്നായി. അവിടുത്തെ നാട്ടുകാരെ പഠിപ്പിച്ചോ? സാർ ആരും പഠിക്കാൻ റെഡിയല്ല. അല്ല. നന്നായി. അവർക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പാൻ കുട്ടി നടക്കട്ടെ, പണി നടക്കട്ടെ. ഈ കണ്ണ് കിട്ടിയിരിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കില്ല. കണ്ണ് കിട്ടിയിരിക്കുന്നതാ? ഇത് കണ്ണടച്ചോണ്ടല്ലേ ചെയ്യുന്നത്, നോക്കാതെ. അതിനകത്ത് കാണത്തൊന്നുമില്ലല്ലോ. ഇല്ല, കാണത്തില്ലായിരിക്കും അല്ലേ സ്മിത? കാണത്തില്ല, എനിക്കിത് കണ്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് പ്രൂവ് ചെയ്തേ. ഇവൻ പ്രൂവ് ചെയ്ത് തരും. ഇവൻ ഇതിൽ കൂടെ കാണത്തില്ല എന്ന് ആ ഒരു പ്രൂഫും ചെയ്തു തരും. കണ്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തും അല്ലേ? ഉറപ്പ്. അപ്പാൻ കുട്ടി നടക്കട്ടെ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പണ്ടൊക്കെ നമ്മള് പണ്ട് നോക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് ഈ കലാപരിപാടി ഓർമ്മയില്ല അല്ലേ? സുഹൃത്തുക്കളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? പഠിക്കാറുണ്ട്. കുറെ പേര് പഠിപ്പിച്ചു. അല്ല, പ്രേക്ഷകർ ഇപ്പൊ വിചാരിക്കുന്നുണ്ട് സ്മിത ഇതെന്തോന്ന് വെച്ചാൽ ചെയ്ത് തൊലയ്ക്കാം, നമുക്ക് അറിയണ്ടേ. കാര്യം അവരെ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ ഇരുത്തിയിരിക്കുക നമ്മള് കേട്ടോ. ആങ്സൈറ്റി കൊണ്ടിരിക്കുക പ്രേക്ഷകർക്ക്. അവർ നിയമം കയ്യിലെടുത്ത് കളയും, ചിലപ്പം TV ഓഫ് ചെയ്ത് സ്ഥലം എടുക്കും. അതെ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുട്ടികളുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വലിയ ഇൻട്രസ്റ്റാ. കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പ്രേക്ഷകര്, അവർക്ക് ഇഷ്ടാവും തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. അത് മാത്രമല്ല നമ്മൾ ഈ ലഹരിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ സ്പോർട്സിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനും ഒരു പക്ഷേ ഇത് ഗുണം ചെയ്യുന്ന തോന്നണേ. ആ ഒരു താല്പര്യം അഫാൻ കൂടുതൽ പഠിക്കത്തില്ല. എക്സാമിന് ഒരാഴ്ച മുമ്പ് പഠിച്ചിട്ടും ഹി ഗെറ്റ്സ് 80-85% മാർക്ക്. അതാണ് റൂബിക്സ് ക്യൂബ്. മയക്കുമരുന്നിലൊക്കെ അടിപ്പെട്ടു പോയ ആൾക്കാർക്ക് ഇത് അഭ്യസിച്ചാൽ കുറെ സമയം മാറുമായിരിക്കും അല്ലേ? അഫാൻ നമ്മുടെ കേരള SPCക്ക് വേണ്ടി ഈ മയക്കുമരുന്നിന്റെ പിള്ളേർക്ക് വേണ്ടി ലെക്ചർ കൊടുത്തുണ്ട് സാർ. കൊല്ലത്ത് വരുമ്പോൾ കൊട്ടാരക്കര പോയി കൊടുത്തുണ്ട്. അപ്പാൻ കുട്ടി കേരളത്തിലുടനീളം യാത്ര ചെയ്തോ? ഞങ്ങളുടെ നേറ്റീവ് പ്ലേസ് ഇവിടെ അല്ലേ? ഈ ലെക്ചറിൽ എന്തുവാ ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രഭാഷണം നടത്തുമ്പോൾ? കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? ഓക്കെ. ഇത്രയും സമയം എടുത്തുള്ളൂ. അപ്പൊ ഇനിയിപ്പോ സർപ്രൈസ് എന്തുവാന്ന് ഇനി കാണാൻ കിടക്കുക. അപ്പൊ സർപ്രൈസ് എന്തുവാന്ന് അപ്പാൻ കുട്ടി പറയുന്നുണ്ടോ? റിവീൽ ചെയ്യാം, കാണിക്കാം. അപ്പൊ മനസ്സിലാവൂല്ലേ? സാർ ഇത് 2 ക്യൂബ് വെക്കുമ്പോൾ സർപ്രൈസ് ചെയ്യും. ഈ 2 ക്യൂബ് സാർ വെക്കുമ്പോൾ ഞാൻ വെക്കുമ്പോൾ സർപ്രൈസ് ആവും. സാർ അത് വെച്ചോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, റെഡിയായോ? ഇത് സൂപ്പർ ആയല്ലോ. ഓക്കെ, പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കേ. ഓക്കെ, റെഡി. ഓക്കെ. ഞാനിവിടെ ചേർന്ന് നിൽക്കാം, അപ്പോഴേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ഈ റുബിക്സ് ക്യൂബിലൂടെ എൻ്റെ ഒരു പടമാണ് കണ്ണ് കെട്ടി അപ്പാൻ കുട്ടി മുംബൈയിൽ നിന്ന് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് ലോകത്തെ ഞെട്ടിക്കാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അത് ഗംഭീരമായി കേട്ടോ, സൂപ്പറായി. ഞാനിവിടെ ഒന്ന് നോക്കിക്കോട്ടെ. മീശയൊക്കെ അതുപോലൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, സംഭവം കിടിലമായി കേട്ടോ, കിടിലം. അപ്പോൾ ഇതൊന്ന് പിടിച്ചോളൂ, ഞാൻ ഇദ്ദേഹത്തിന് കൈ കൊടുക്കട്ടെ. അപ്പോൾ അപ്പാൻ കുട്ടി ഇത്തിരി അങ്ങോട്ട് നിന്നോളൂ, ഒന്ന് പിടിച്ച് ക്യാമറ ഒന്ന് കാണിച്ചോളൂ. അങ്ങ് ഭാരം കൂടുതലല്ലേ? അപ്പോൾ
ആള് പുലിയാ. ഇതെല്ലാവരും ഇത് പഠിപ്പിക്കണം. കേരളത്തിൽ ഈ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി പോയ കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് പഠിപ്പിച്ചാലേ അവൻകുട്ടി. വേദി ഞാൻ ഒരുക്കി തരാം. അവരൊക്കെ ഒന്ന് നേരെയാകട്ടെ. എന്താ ഉറപ്പാണോ? അപ്പൊ സ്മിത എന്താ കൊടുക്കാൻ നിൽക്കണം? അതെ അതെ നമ്മുടെ സാറ് കൊടുക്കാൻ വേണ്ടിയിട്ടായത്. ഓ അത് ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ തന്നെ സൈൻ കൊടുക്കണം. അപ്പൊ ശരി. ഞാൻ പറയുന്നത്, ഐ ആം ഡിലൈറ്റഡ് ടു റെക്കഗ്നൈസ് ദ റിമാർക്കബിൾ അക്കംപ്ലിഷ്മെന്റ് ഗ്രാൻഡ് മാസ്റ്റർ അഫാൻകുട്ടി, എ 19-year-old TY ബേക്കോം സ്റ്റുഡന്റ് ഫ്രം MS കോളേജ് മുംബ്ര. ഓക്കെ റെഡി, സൂപ്പറായി. നീ ഒരു കൈയോടെ തരാം. കൈകൾ മാറിപ്പോ. ഓക്കെ താങ്ക് യു. അച്ഛനാണല്ലോ ഈ വഴിയിൽ എത്തിച്ചത്. അച്ഛൻ്റെ പ്രത്യേകം നന്ദി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റിയ നന്ദി. ഇനി മാത്രമല്ല, താങ്കൾ സ്മിത ഹരിദാസിനോട് സംസാരിച്ചു. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രേക്ഷകർ ഇത് കാണട്ടെ. കാരണം ഇത് മയക്കുമരുന്ന് അങ്ങനെയുള്ള ലഹരി പരിപാടി എന്നൊക്കെ ആൾക്കാരെ